ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ബോർഡ് മാസിന്റെ ക്ലാസ്സിലേക്ക് പോകാം. നവോദയ കുട്ടികൾക്ക് ബോർഡ് മാസ് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് ബോർഡ് മാസ് എന്ന് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ക്ലാസ് ആണിത്. ബോർഡ് മാസ് ഒരു കൂടുതൽ ക്രിയ, അപ്പം 5 കൂട്ടണം 3 ഗുണിക്കണം 2 കുറയ്ക്കണം 4 ഗുണിക്കണം 1. ഇവിടെ ഒരേ ലൈനിൽ തന്നെ ഒന്നിലധികം ക്രിയകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി 5ഉം 3ഉം കൂട്ടി 8. 8നെ 2 കൊണ്ട് ഗുണിച്ചു 16. 16ൽ നിന്ന് 4 കുറച്ചു 12. 12നെ 1 കൊണ്ട് ഗുണിച്ചു. കുട്ടിക്ക് 12 എന്ന ഉത്തരം കിട്ടി. കുട്ടി ആലോചിച്ചു, 5 കൂട്ടണം 3 8, 8 ഗുണിക്കണം 2 16, 16 കുറയ്ക്കണം 4 12, 12 ഗുണിക്കണം 1 12. ഇങ്ങനെയാണ് സാധാരണ കുട്ടികൾ ചിന്തിക്കുക. എന്നാൽ ഇത് തെറ്റാണ്. ഒന്നിലധികം ക്രിയകൾ ഒരേ ലൈനിൽ വന്നാൽ അതിനൊരു ക്രമമുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗുണനവും ഹരണവും. അതിന് ക്രമമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഗുണനവും ഹരണവും ഉണ്ടോ എന്ന് നോക്കുക. അതിന്റെ മുകളിൽ വരയ്ക്കുക. ചെറിയ ശരി എഴുതുക. ഗുണനം, ഗുണനം. ഇവിടെ ഹരണം വരുന്നില്ല. അപ്പൊ 2 സ്ഥലത്ത് നമ്മൾ വരയിട്ടിട്ടുണ്ട്. ഇവിടെയും ഇവിടെയും. വേറെ ഒരു ക്രിയയും ചെയ്യാൻ പാടില്ല. 5 കൂട്ടണം 3 ഗുണനം 2 നമ്മൾ വരയിട്ടിട്ടുണ്ട് 6. കുറയ്ക്കണം 4 ഗുണിക്കണം 1 നമ്മൾ വരയിട്ടിട്ടുണ്ട് 4. ഇനി കൂട്ടണം 6ഉം 5ഉം 11. 11ൽ നിന്ന് 4 കുറയ്ക്കണം. കിട്ടേണ്ട ഉത്തരം 7 ആണ്. എന്നാൽ മറ്റേ കുട്ടി കിട്ടിയ എത്രയാ? 12. അപ്പോൾ യഥാർത്ഥ ഉത്തരം ഇതിന്റെ 7 ആണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ക്രമം, ബോർഡ് മാസ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി. ഗുണനം ഹരണം ഒരു ക്രമം, കൂട്ടൽ കുറയ്ക്കൽ അടുത്ത ക്രമം. ഗുണിച്ചിട്ട് ഹരിച്ചാലും ഹരിച്ചിട്ട് ഗുണിച്ചാലും ഉത്തരം മാറില്ല. കുറച്ചിട്ട് കൂട്ടിയാലും കൂട്ടിയിട്ട് കുറച്ചാലും ഉത്തരം മാറില്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഗുണനം ഹരണം ആദ്യ ക്രമം, കൂട്ടൽ കുറയ്ക്കൽ രണ്ടാം ക്രമം. ഒന്ന് കൃത്യമായി ഓർക്കണം. ഗുണനവും ഹരണവും ക്രമം തെറ്റിയാലും ഉത്തരം മാറില്ല. കൂട്ടലും കുറയ്ക്കലും ക്രമം തെറ്റിയാലും ഉത്തരം മാറില്ല. ഓക്കെ. അപ്പോൾ ഗുണനം ഹരണം കൂട്ടൽ കുറയ്ക്കൽ എന്ന് ഓർക്കുക. അതിൽ ഗുണനം ഹരണം ക്രമം തെറ്റിയാലും ഉത്തരം മാറില്ല. കൂട്ടൽ കുറയ്ക്കൽ ഉത്തരം ക്രമം തെറ്റിയാലും ഉത്തരം മാറില്ല. ഇതല്ലാതെ ക്രമം തെറ്റിച്ചാൽ ഉത്തരം മാറും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നില്ലേ. അടുത്തൊരു ചോദ്യം ഞാൻ ഇട്ട് തരാം. എട്ട് കുറയ്ക്കണം 4 ഗുണിക്കണം 2 ഹരിക്കണം 2 കൂട്ടണം 3 ഗുണിക്കണം 1. ഇങ്ങനെ ഒരു കണക്ക് വന്നു എന്ന് വിചാരിക്കുക. ബോർഡ് മാസ് അറിഞ്ഞുകൂടാത്ത കുട്ടി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. 8 കുറയ്ക്കണം 4, അവന് 4 എന്ന ഉത്തരം കിട്ടി. 4 ഗുണിക്കണം 2, അവന് 8 എന്ന ഉത്തരം കിട്ടി. 8 ഹരിക്കണം 2, അവന് 4 എന്ന ഉത്തരം കിട്ടി. 4 കൂട്ടണം 3, അവന് 7 എന്ന ഉത്തരം കിട്ടി. 7 ഗുണിക്കണം 1. അപ്പോൾ ആ കുട്ടിക്ക്, ബോർഡ് മാസ് അറിഞ്ഞുകൂടാത്ത കുട്ടിക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്നത് 7 എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. ശരി, എങ്ങനെയാ നോക്കാം. ഗുണനത്തിനും ഹരണത്തിനും ശരിയിടുക. ഇത് കുറയ്ക്കലാണ്, ശരിയിടരുത്. ഗുണിക്കൽ ശരിയിട്ടു, ഹരിക്കൽ ശരിയിട്ടു, ഗുണിക്കൽ ശരിയിട്ടു. ഇനി നമുക്ക് ചെയ്യാം. 8 കുറയ്ക്കണം
4 ഗുണിക്കണം 2 8 ഹരിക്കണം 2 കൂട്ടണം 3 ഗുണിക്കണം 1 3. ഇപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് ഒരു ഹരണം കിടക്കുന്ന ബാക്കിയുണ്ട്. ഹരിക്കാതെ ബാക്കി ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഹരിക്കാം. 8 കുറയ്ക്കണം 8 ഹരിക്കണം 4 4 കൂട്ടണം 3. ഇനി കൂട്ടിയിട്ട് കുറയ്ക്കലാവാം, കുറച്ചിട്ട് കൂട്ടലാവാം, ഉത്തരം മാറില്ല. ഇനി കുറച്ചിട്ട് കൂട്ടൽ ഞാൻ കാണിക്കാം. 8 നിന്ന് 4 കുറച്ചാൽ 4, 4നോട് 3 കൂട്ടിയാൽ 7. ഇനി കൂട്ടൽ മാത്രമാണെങ്കിൽ നോക്കാം. 8 3 11, 11ൽ 4 കുറച്ചാൽ 7, ഉത്തരം മാറില്ല. അടുത്ത ഒരു കണക്കും കൂടി നോക്കാം. 5 ഗുണിക്കണം 2 കുറയ്ക്കണം 4 ഗുണിക്കണം 1 കൂട്ടണം 3 ഹരിക്കണം 3. സാധാരണ കുട്ടിയുടെ ബുദ്ധി നോക്കാം. 5 ഗുണനം 2 10, 10 കുറയ്ക്കണം 4 6, 6 ഗുണിക്കണം 1 6, 6 കൂട്ടണം 3 9, 9 ഹരിക്കണം 3 3. ബോർഡ് മാസം അറിഞ്ഞുകൂടാതെ കുട്ടിയുടെ ഉത്തരമാണ് ഇത്. യഥാർത്ഥത്തിൽ ഉത്തരം ഇതല്ല. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഗുണനം വരയ്ക്കണം, കുറയ്ക്കൽ വരയ്ക്കേണ്ട, ഗുണനം വരയ്ക്കണം, കൂട്ടൽ വരയ്ക്കേണ്ട, ഹരണം വരയ്ക്കണം. അപ്പോൾ 3 സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വരയിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. 5 ഗുണനം 2 10, ഇവിടെ വരയില്ല. 4 ഗുണനം 1 4, ഇവിടെ വരയില്ല. 3 ഹരണം 3 1. ഇനി 10ഉം 1ഉം കൂട്ടിയാൽ 11, 11ൽ നിന്ന് 4 കുറച്ചാൽ 7. അല്ലാതെ നോക്കാം. 10ൽ നിന്ന് 4 കുറച്ചാൽ 6, 6നോട് 1 കൂട്ടിയാൽ 7. അവിടെ ക്രമം തെറ്റിയാൽ പേടിക്കണ്ട. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ തരാം. 2 ഗുണിക്കണം 10 കൂട്ടണം 4 ഹരിക്കണം 2 കൂട്ടണം 3 ഹരിക്കണം 3 ഗുണിക്കണം 2. ഇനി നമുക്ക് തെറ്റായ ഉത്തരത്തിലേക്ക് പോകണ്ട, നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് വരാം. ബോർഡ് മാസത്തിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് വരാം. ഗുണനം വരച്ചു, കൂട്ടണം വരയ്ക്കണ്ട, ഹരിക്കണം വരച്ചു, കൂട്ടണം വരയ്ക്കണ്ട, ഗുണിക്കണം വരച്ചു. 2 ഗുണിക്കണം 10 ചെയ്യണം 20, കൂട്ടണം അങ്ങനെ തന്നെ എഴുതണം. 4 ഹരിക്കണം 2 2, കൂട്ടണം 3 ഗുണിക്കണം 2 6. ഇവിടെ എല്ലാം കൂട്ടണം എന്ന് മാത്രമേ വരുന്നുള്ളൂ. 20ഉം 2ഉം 22, 6ഉം 28. ഓക്കെ, ഇനി നമുക്ക് ഞാനൊരു 5 കണക്ക് ഇപ്പൊ ബോർഡിൽ തരാം. 5 സ്വന്തമായി ചെയ്യണം. 5ന്റെയും ഉത്തരവും ഞാൻ വിട്ടുതരാം. മക്കളെ, നിങ്ങൾ ഓരോ ചോദ്യവും ചെയ്തു നോക്കുക. ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം, ഒന്നാം ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം 10 ആണ്. രണ്ടാം ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം 4 ആണ്. മൂന്നാം ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം 15 ആണ്. നാലാം ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം 8 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് മാസം മനസ്സിലായി. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് 10ലെത്തണം, 4ലെത്തണം, 15ലെത്തണം, 8ലെത്തണം. എത്തിയാലോ ബോർഡ് മാസം. ഓക്കെ ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്.